ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് അയോധ്യയിൽ നിന്നും പൂജിച്ചു കൊണ്ടുവന്ന അക്ഷതം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് കേരളത്തിന്റെ വാനമ്പാടി കെ.എസ്. ചിത്ര. ജനുവരി 22-ന് അയോധ്യയിൽ ശ്രീരാമനെ വരവേൽക്കാൻ ഒരുങ്ങുന്നതിന് മുൻപായി രാജ്യത്തെ വിശിഷ്ട വ്യക്തികളിലേക്ക് രാംലല്ലയുടെ അക്ഷതം എത്തിച്ച് ക്ഷണിക്കുകയാണ് രാമഭക്തർ. രാഷ്ട്രീയ സ്വയം സേവക സംഘം എറണാകുളം വിഭാഗം സഹകാര്യവാഹ് രാജേഷിൽ നിന്നുമാണ് കെ.എസ്. ചിത്ര അക്ഷതം ഏറ്റുവാങ്ങിയത്. അക്ഷതവും ലഘുലേഖയും ക്ഷണപത്രവുമാണ് ഇപ്പോൾ ചിത്രയ്ക്ക് കൈമാറിയിട്ടുള്ളത്. രാജ്യസഭാ എംപിയും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ അധ്യക്ഷയുമായ ഡോക്ടർ പി.ടി. ഉഷയും അക്ഷതം ഏറ്റുവാങ്ങി. കൊയിലാണ്ടി കണ്ട് സംഘ സഹചാലക് നാരായണം പുത്തലത്താണ് അക്ഷതവും ലഘുലേഖയും ക്ഷണപത്രവും പി.ടി. ഉഷ എംപിക്ക് കൈമാറിയത്. ശബരിമല സന്നിധാനത്ത് നടന്ന ചടങ്ങിലായിരുന്നു ആദ്യമായി ശബരിമല തന്ത്രി കണ്ടേരി മഹേഷ് മോഹനേരവും മേൽശാന്തി മഹേഷ് നമ്പൂതിരിക്കും അക്ഷതം നൽകി വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. VHP സംസ്ഥാന ഗവേണിംഗ് കൌൺസിൽ അംഗങ്ങൾ ജോഷി പ്രഭാകർ, സതീഷ് അരുണാചലം തുടങ്ങിയവരാണ് ഈ ചടങ്ങിൽ സംബന്ധിച്ചത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് നടക്കുന്ന ദേശീയ തലത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു മഹാസമ്പർക്ക യജ്ഞമാണ് ഇപ്പോൾ ജനുവരി 15 വരെ കേരളത്തിൽ നടക്കുന്നത്. ഏകദേശം 50 ലക്ഷം ഹിന്ദു ഭവനങ്ങളിലാണ് അയോധ്യയിൽ പൂജിച്ച അക്ഷതവും രാമക്ഷേത്രത്തിന്റെ ചിത്രവും ക്ഷേത്ര ചരിത്രമടങ്ങുന്ന ലഘുലേഖയൊക്കെ വിതരണം ചെയ്യുന്നത്. അതേസമയം അയോധ്യ രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുന്നത് 51 ഇഞ്ച് ഉയരമുള്ള രാംലല്ലയുടെ വിഗ്രഹമാണ്. 5 വയസ്സുള്ള കുട്ടിയുടെ രൂപത്തിലായിരിക്കും രാംലല്ല എന്നാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് വ്യക്തമാക്കുന്നത്. വിഷ്ണുവിന്റെ അവതാരം പോലെ തോന്നിക്കുന്ന തരത്തിലാണ് ഈ വിഗ്രഹം. ശ്രീകോവിലിൽ താമരപ്പൂവിലാകും രാംലല്ലയുടെ പ്രതിഷ്ഠ. താമരപ്പൂവ് ഉൾപ്പെടെ ഏകദേശം 8 അടിയായിരിക്കും പ്രതിഷ്ഠയുടെ ഉയരം. നീലക്കല്ലിൽ ശില്പി യോഗിരാജ് നിർമ്മിച്ച വിഗ്രഹമാണിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശില്പികളിൽ ഗണേഷ് ഭട്ട്, യോഗിരാജ്, സത്യനാരായൺ പാണ്ഡെ എന്നിവർ ചേർന്ന് നിർമ്മിച്ചതാണ് രാംലല്ലയുടെ 3 വിഗ്രഹങ്ങൾ. സത്യനാരായണ പാണ്ഡെ വെളുത്ത മാർബിൾ കൊണ്ടാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 2 വിഗ്രഹങ്ങൾ കർണാടകയിൽ നിന്നുള്ള നീലക്കല്ലിലുള്ളതാണ്. ദക്ഷിണേന്ത്യൻ ശൈലിയിലാണ് ഗണേഷ് ഭട്ടിന്റെ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. രാംലല്ലയുടെ വിഗ്രഹം രൂപകൽപ്പന ചെയ്ത 37-കാരനെ അരുൺ യോഗിരാജ് 2008-ൽ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MBA പൂർത്തിയാക്കിയതിന് പിന്നാലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയാണ്. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം വിഗ്രഹങ്ങൾ നിർമ്മിക്കാനായി തുടങ്ങിയിരിക്കുന്നത്. കേദാർനാഥിൽ സ്ഥാപിച്ചിരിക്കുന്ന ശങ്കരാചാര്യയുടെ പ്രതിമയും അദ്ദേഹമാണ് നിർമ്മിച്ചിരിക്കുന്നതും. ഇതുകൂടാതെ അയോധ്യ രാമക്ഷേത്രത്തിൽ വിഗ്രഹ പ്രതിഷ്ഠ ഈ മാസം 22-നാണ്. ഉച്ചയ്ക്ക് 12:20 നടക്കുമെന്നാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ജനറൽ സെക്രട്ടറി ചമ്പത് റായ് അറിയിക്കുന്നത്. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. പ്രതിഷ്ഠയ്ക്ക് പിന്നാലെ ആരതി നടക്കും. പ്രസാദം അയൽ നാടുകളിലും ചന്തകളിലുമൊക്കെ വിതരണം ചെയ്യും. പുതുവത്സര ദിനമായ തിങ്കളാഴ്ച സംഘാടകർ പൂജിച്ച അക്ഷത് മഞ്ഞളും നെയ്യും ചേർത്ത് അരി വിതരണം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. പ്രതിഷ്ഠാ ചടങ്ങിന് ഒരാഴ്ച മുൻപ് ജനുവരി 15 വരെ വിതരണം തുടങ്ങും. രാമക്ഷേത്രത്തിന്റെ ചിത്രം, ഘടന വിവരിക്കുന്ന ലഘുലേഖ എന്നിവ അടങ്ങിയ കവറും അക്ഷതിനൊപ്പം വിതരണം ചെയ്യുന്നുണ്ട്. വലിയ ഉത്സവത്തിന് മുന്നോടിയായി നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ രാമനാഥ് സാഗറിന്റെ രാമായണം സീരിയൽ വലിയ LED സ്ക്രീനിൽ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 7 സ്ഥലങ്ങളിലായി വൈകിട്ട് 5 മുതൽ രാത്രി 11 മണി വരെയാണ് ഇത് കാണിക്കുന്നത്. ക്ഷേത്ര പരിസരം അലങ്കരിക്കാൻ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്നുള്ള ബോഗൻവില്ല പൂക്കളാണ് എത്തുന്നത്. 20,000 പൂച്ചെടികൾ ഇതിനകം തന്നെ അയോധ്യയിലേക്ക് അയച്ചെന്നാണ് ഭോപ്പാലിലെ നിസർഗ് നഴ്സറി ഉടമ രാംകുമാർ റത്തോടും പറയുന്നത്. അതായത് ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രത്തിനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം വിവരങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നത്. മാത്രമല്ല അക്ഷതം നൽകിക്കൊണ്ട് വിശിഷ്ട വ്യക്തികളെയാണ് ഇപ്പോൾ ക്ഷണിക്കുന്നത്. പുതുവത്സര ദിനമായി തിങ്കളാഴ്ച മുതൽക്കാണ് സംഘാടകർ പൂജിച്ച അക്ഷത് മഞ്ഞളും നെയ്യും ചേർത്ത അരിയെല്ലാം തന്നെ വിതരണം ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. ജനുവരി 15 വരെ വിതരണം തുടരും. പ്രതിഷ്ഠാ ചടങ്ങിന് ഒരാഴ്ച മുമ്പ് വരേക്കും ഇത് നടത്തുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. ജനുവരി 16 മുതൽക്ക് പ്രതിഷ്ഠാ ചടങ്ങിന് മുമ്പായി നിലവിൽ അയോധ്യയിൽ പൂജകൾ തുടങ്ങും. അതിന് പിന്നാലെ ജനുവരി 22-നായിരിക്കും രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങടക്കം നടക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.